പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ പ്രഭാതം ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും 8-ാം മാസത്തിൻ്റെ 17-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലാണല്ലോ നാം ആമേൻ സ്തോത്രം കടന്നു വന്നിരിക്കുന്നത്. ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കെടുത്തു ചെല്ലാം. 31-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഭരിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാകുന്നു. മക്കളെക്കുറിച്ച് ഉത്തരവാദിത്വവും അവരോട് സ്നേഹവുമുള്ള മാതാപിതാക്കൾ തങ്ങൾക്ക് കഴിയുന്നിടത്തോളം തങ്ങളുടെ മക്കളെ നന്നായി വളർത്തുകയും അതിനോടൊപ്പം അവിടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കുന്നവരുമാണ്. ലഭിക്കുന്നതെല്ലാം അന്നന്ന് ചെലവഴിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും പിന്നീട് ദുഃഖിക്കേണ്ടി വരും. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കരുതാത്തവനെ അധർമ്മൻ എന്നാണ് വേദപുസ്തകം വിളിക്കുന്നത്. എന്നാൽ വേറെ ചിലരാകട്ടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണം ചിലവിടാതെയും ലഭിക്കുന്നതെല്ലാം സ്വകാര്യമായി കൂട്ടിവെക്കുന്നു. ആകയാൽ ലഭിക്കുന്നത് മുഴുവൻ ഉടനെ ചെലവഴിക്കുന്നതും ഒന്നും ചിലവിടാതെ മുഴുവനും മക്കൾക്കായി കൂട്ടിവെക്കുന്നതും രണ്ടും തെറ്റാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ 2 വിധത്തിലാണ് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതും രണ്ടാമത്തേതായി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നീക്കിവെക്കുന്നതുമാണ്. നാം നമുക്കായി ഈ ഭൂമിയിൽ എത്ര തന്നെ സൂക്ഷിച്ചു വെച്ചാലും അതെല്ലാം നശിക്കുന്നതും പലപ്പോഴും അത് അപര്യാപ്തവും ആയിരിക്കും. എന്നാൽ ഒരു ഭക്തന് വേണ്ടി ഈ ലോകത്തിൽ വേണ്ടുന്നത് എല്ലാം ദൈവം നൽകുകയും അതോടൊപ്പം നിത്യത മുഴുവൻ അനുഭവിക്കുവാനുള്ളതും കൂടെ കരുതി വയ്ക്കുകയും ചെയ്തിട്ടാണ് സ്വന്തം ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാനിടയായത്. ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും 2 വിധത്തിലുള്ളതാണ്. ഒന്നാമതായി താൽക്കാലികവും വേഗത്തിലും നമുക്ക് ലഭിക്കുന്നതുമാണ്. രണ്ടാമതായി പിന്നീടുള്ള ഉപയോഗത്തിനായി ഉപകരിക്കുന്നതും അതിൽ ആദ്യത്തേത് നാം ചോദിക്കുമ്പോൾ തരുന്നതും രണ്ടാമത്തേത് നാം ചോദിക്കാതെ തന്നെ നമുക്കായി കരുതുന്നതുമാണ്. അപ്പൻ്റെ നഷ്ടപ്പെട്ട കഴുതയെ തേടി പോയവനാണ് ശൗൽ. തൻ്റെ ബാല്യക്കാരൻ്റെ നിർബന്ധപ്രകാരമാണ് ശൗൽ പ്രവാചകന്റെ അടുക്കൽ പോയത്. അപ്പൻ്റെ കഴുതയെ കാണാതായതും പ്രവാചകന്റെ അടുക്കൽ തന്നെ എത്തിച്ചതും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നെന്ന് ശൗൽ അറിഞ്ഞില്ല. കാശിന് കയ്യിലില്ലാതെയും വിശപ്പിനുള്ള ആഹാര സാധനം ഇല്ലാതെയും കാട്ടിൽ അലഞ്ഞു നടന്ന ശൗലിന് വേണ്ടിയുള്ള ദൈവിക കരുതൽ എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ആദ്യം മനുഷ്യൻ കാണെ അവൻ ഒരുക്കി നൽകിയ വിരുന്നും തുടർന്ന് ഭാവിയിൽ സകല ജനത്തെയും ഭരിക്കുവാൻ വേണ്ടി ദൈവം സംഭരിച്ചു വച്ചിരുന്ന നന്മയും വലിയ ബഹുമാനവും ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഈ വിധമാണ്. അതുപോലെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചത് കൊണ്ട് ദൈവിക കരുതൽ തീർന്നില്ല. അടുത്ത 3.5 വർഷക്കാലം തന്നെ പോറ്റുവാനുള്ള വകയും വിധവയുടെ വീട്ടിൽ കരുതി വെച്ചുകൊണ്ടും ദൈവം തൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെടുത്തുവാനിടയായി. പരീക്ഷ ഹല്ലേലൂയ, എത്ര തന്നെ ദൈവഭക്തന്മാർ പരീക്ഷയിൽ അകപ്പെട്ടാലും അതിനുശേഷം തൻ്റെ ഭക്തന്മാരെ ദൈവം കരുതുന്ന വിധങ്ങളെ ഓർത്താൽ അത്ഭുതകരമായിരിക്കും. അക്ഷരീക ഇസ്രായേലിന് വേണ്ടി ദൈവം ഇങ്ങനെയൊക്കെ കരുതിയെങ്കിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ആകയാൽ പ്രിയ ദൈവവേദലേ, നമ്മുടെ ആകുല ചിന്തകൾ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു പ്രാവശ്യം തന്നതുകൊണ്ടോ പല പ്രാവശ്യം തന്നതുകൊണ്ടോ ദൈവിക അനുഗ്രഹങ്ങൾ
നിന്നു പോകുകയോ തീർന്നു പോവുകയോ ചെയ്യുന്നില്ല. ആകയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവെങ്കിൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതേ, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഹരിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ ഈ പ്രഭാതം സ്വർഗീയ പിതാവേ, നീ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ ആയിരിക്കുമ്പോൾ, അനേക പ്രിയപ്പെട്ടവർ രോഗങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, വാർദ്ധക്യമായ ബലഹീനതയിലായിരിക്കുമ്പോൾ, കർത്താവെ, ഭീമമായ കടഭാരങ്ങളുടെ നടുവിൽ സ്തോത്രം കരയുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരുതലും വിടുതലും കർത്താവെ തൻ്റെ ദാസന്മാർക്ക് വേണ്ടി, എൻ്റെ ദാസിമാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എൻ്റെ കർത്താവ് ഭക്തന്മാരെ കൈത്താങ്ങിയ, സ്നേഹിച്ച, കരുതിയ എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.